SDPI നടത്തിയ സ്നേഹവിരുന്നിൽ പങ്കെടുത്താൽ എന്താണ് കുഴപ്പം എന്നീ പങ്കെടുത്തവരെല്ലാം ഒരേ സ്വരത്തിൽ നമ്മളോട് തിരിച്ചു ചോദിച്ചേക്കാം നമ്മൾ ഈ ചോദ്യം ഉന്നയിച്ചാൽ. സാധാരണഗതിയിൽ അവർക്ക് നേരെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാറില്ല. കാരണം മാധ്യമപ്രവർത്തകരെല്ലാം, മുഖ്യധാരാ മാധ്യമപ്രവർത്തകരെല്ലാം ഇത്തരത്തിലുള്ള ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്നേഹവിരുന്നിൽ ഇവരെല്ലാം പങ്കെടുക്കുന്നതിനെ ഒരു വളരെ സ്വാഭാവിക പ്രക്രിയയായി മാത്രമാണ് കാണുന്നത്. പക്ഷേ നമുക്കങ്ങനെ ഇതിനെ ഒഴിവാക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർ ഉത്തരമൊന്നും തരാൻ പോകുന്നില്ല. അഥവാ ഉത്തരം തന്നാൽ തന്നെ അവർ തിരികെ പറയുന്ന ഉത്തരം അതിനെന്താ പ്രശ്നം, SDPIക്ക് എന്താ അയിത്തമുണ്ടോ, SDPIക്ക് അയിത്തം ഉണ്ടാവേണ്ട ഒരു പാർട്ടി തന്നെയാണ് എന്നാണ്. രാഷ്ട്രീയ പാർട്ടിയാണവർ, അതുകൊണ്ടാണ് അവരെ പാർട്ടി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ എന്തോ ഡെമോക്രാറ്റിക് പാർട്ടി, സാഡിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നോ അങ്ങനെ എന്തോ ആണ് അവരുടെ മുഴുവൻ പേര്. എനിക്കറിയില്ല, കൃത്യമായിട്ട് അറിയാവുന്നവർ കമൻറ്റിൽ പറയുക. അപ്പോൾ എന്തായാലും അതിലൊരു പാർട്ടിയുണ്ട്, അതുകൊണ്ട് അവരെ പാർട്ടി എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണവർ. അവർക്ക് അയിത്തമുണ്ടോ എന്ന് ചോദിച്ചാൽ അയിത്തം ഉണ്ടാവേണ്ട ഒരു പാർട്ടി തന്നെയാണവർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്കുള്ള രംഗപ്രവേശം, അതായത് പരസ്യമായി അവർ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യമായി ജോസഫ് മാഷിൻ്റെ കൈപ്പത്തി വെട്ടി മാറ്റിക്കൊണ്ടാണ്. മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭീകരപ്രവർത്തനങ്ങളുടെ തലത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള പ്രവർത്തികൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലങ്ങളിൽ ഒരു സ്വാഭാവിക പ്രക്രിയ എന്നുകൊണ്ട് ചെയ്തുകൊണ്ടാണ് SDPIയുടെ രംഗപ്രവേശം.